അങ്ങനെ നാളുകൾക്കിപ്പുറം എല്ലാ വിലക്കുകളെയും ഭേദിച്ച അഗസ്ത്യാർ മലയിലും കരുത്തരായ യുവതികളുടെ പാദം പതിയുകയാണ്. ഏറെ സംഘർഷങ്ങൾക്ക് ശേഷമാണ് അഗസ്ത്യാർ കൂടത്തിലേക്ക് സ്ത്രീകളെ ഉൾപ്പെടുത്തിയുള്ള ആദ്യ സംഘം ഇന്നു മുതൽ യാത്ര തുടങ്ങിയിരിക്കുന്നത്. പബ്ലിക് റിലേഷൻ ഓഫീസറും വാർത്താവിനിമയ മന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ധന്യ സനൽ മാത്രമാണ് ആദ്യ സംഘത്തിലെ ഏക വനിത. നാളുകൾക്ക് ശേഷം അഗസ്ത്യാർ മല കയറുന്ന ആദ്യ സ്ത്രീ എന്ന അവകാശം ഇനി ധന്യ സനലിന് സ്വന്തം. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് സ്ത്രീകൾക്കും അഗസ്ത്യാർ മല കയറാമെന്ന വിജ്ഞാപനം സർക്കാർ ഇറക്കിയിരിക്കുന്നത്. ആദ്യ സീസണിൽ തന്നെ 100ഓളം സ്ത്രീകളാണ് ട്രക്കിങ്ങിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതേസമയം ആദിവാസി ഗോത്ര മഹാസഭ സ്ത്രീ പ്രവേശനത്തിനെതിരായി ഇപ്പോഴും പ്രതിഷേധ യജ്ഞം തുടരുകയാണ്. ഏറെ കാലത്തിന് ശേഷം അഗസ്ത്യാർ കൂടത്തിലേക്ക് സ്ത്രീകളെ ഉൾപ്പെടുത്തിയുള്ള ആദ്യ സംഘം യാത്ര തുടങ്ങി. ഇന്ന് യാത്ര തുടങ്ങിയ ആദ്യ സംഘത്തിൽ ഒരു വനിത മാത്രമാണുള്ളത്. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി ഡയറക്ടറും പ്രതിരോധ വകുപ്പിന്റെ കേരളത്തിലെ പബ്ലിക് റിലേഷൻ ഓഫീസറുമായ ധന്യ സനലാണ് അഗസ്ത്യാർ കൂടത്തിലെ ആദ്യ ട്രക്കിംഗ് സംഘത്തിലെ ഏക വനിത. ഇതോടെ ഏറെ കാലത്തിന് ശേഷം അഗസ്ത്യമല കയറുന്ന ആദ്യ സ്ത്രീയായി മാറിയിരിക്കുകയാണ് ധന്യ സനൽ. ആദിവാസി ഗോത്ര മഹാസഭ സ്ത്രീകൾ പ്രവേശിച്ചാൽ തടയുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ആദ്യ സംഘം കടന്നുപോയപ്പോൾ ഇവർ പ്രതിഷേധമൊന്നും ഉണ്ടാക്കിയില്ല. പകരം ആദിവാസികൾ അവരുടെ പരമ്പരാഗത ക്ഷേത്രത്തിനു മുന്നിൽ പ്രതിഷേധ യജ്ഞം നടത്തുകയായിരുന്നു. മാർച്ച് 1 വരെയാണ് അഗസ്ത്യാർ മലയിൽ ട്രക്കിംഗ് അനുവദിച്ചിരിക്കുന്നത്. 100 സ്ത്രീകളാണ് ആദ്യ സീസണിൽ ട്രക്കിങ്ങിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. ആകെ ബുക്ക് ചെയ്തിരിക്കുന്നത് 4700 പേരാണ്. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് സ്ത്രീകൾക്കും അഗസ്ത്യമല കയറാമെന്ന് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയത്. ആചാരങ്ങളുടെ പേരിൽ സ്ത്രീകൾക്ക് വിലക്കില്ലായിരുന്നുവെങ്കിലും പൊതുവെ അഗസ്ത്യമലയിലേക്ക് സ്ത്രീകൾക്ക് അനുവാദം നൽകാറില്ലായിരുന്നു. കിലോമീറ്ററുകളോളം ചെങ്കുത്തായ മലകളും വന്യമൃഗങ്ങളും നിറഞ്ഞ യാത്രയായതുകൊണ്ട് സ്ത്രീകൾ താല്പര്യം പ്രകടിപ്പിക്കുന്നതും കുറവായിരുന്നു. എന്നാൽ കുറെ വർഷങ്ങളായി സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്ന സ്ത്രീ സംഘങ്ങൾ നടത്തുന്ന നിയമ പോരാട്ടമാണ് ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവിനിടയാക്കിയത്. ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്.